ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും. നീതിന്യായ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും എല്ലാം ബോധ്യപ്പെടുത്തും. സത്യം ജയിക്കും എന്നുള്ള ഒരു പോസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ടിരിക്കുന്നത്. ഈ മൊഴി രേഖപ്പെടുത്താനായിട്ടുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്ന സാഹചര്യത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഈ പോസ്റ്റ് വന്ന് 4 മിനിറ്റിനകം തന്നെ വലിയ രീതിയിലുള്ള പിന്തുണ അതിൽ നമ്മൾ കാണുന്നുണ്ട്. അതിൽ റിയാക്ഷൻസ് 2.8K റിയാക്ഷൻസ് ഇതിനകം തന്നെ വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് യുദ്ധനുഭവം നേരിട്ട യുവതി പരാതിപ്പെട്ടതിന് തൊട്ടു പിന്നാലെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. റോഷിപാൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. റോഷിപാൽ, കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം, ആ കാലം ഏതുവരെയാണ്, ആ കാലത്തിന്റെ ഒരു പരിധി എന്നുള്ളത് ഈ അന്വേഷണത്തിലൂടെ തെളിയിക്കപ്പെടില്ലേ? സുധി, അങ്ങനെയാണ്. ഇപ്പോൾ പോലീസ് ആ പരാതി പരിശോധിക്കും, തുടർ നടപടികളിൽ നീക്കും. പക്ഷേ അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രധാനപ്പെട്ട ഒരു വിശദീകരണമാണ് ഈ പരാതിയുമായി ബന്ധപ്പെട്ട്. കുറ്റം ചെയ്തിട്ടില്ലെന്ന് നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ പരാതിയില്ലല്ലോ എന്ന് പലവട്ടം ചോദിക്കുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിൽ ഒരു ചോദ്യത്തിന് ഉത്തരം വന്നു, പരാതി ലഭിച്ചു കഴിഞ്ഞു. പരാതി മാത്രമല്ല, പുറത്തു വന്നതിനപ്പുറത്തേക്ക് ഇരട്ടിയിലേറെ പ്രധാന തെളിവുകൾ കൂടി പെൺകുട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറിയിട്ടുണ്ടെന്ന് അറിയുന്നു. ഇനി അതുകൊണ്ട് പോലീസിന്റെ നീക്കങ്ങൾ നിർണായകമായിരിക്കും. അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കാര്യത്തിൽ നിയമ പോരാട്ടത്തിലേക്ക് പോകും. ഒരുപക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനുള്ള തയ്യാറെടുപ്പ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്ത് ഉണ്ടാകാനാണ് സാധ്യത. കാരണം കടുത്ത വകുപ്പുകൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ അറസ്റ്റിലേക്ക് ഉൾപ്പെടെ അന്വേഷണ സംഘം നീങ്ങും എന്നതിൻ്റെ സൂചന കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു നിയമ നടപടികളിലേക്ക് ഒരു പ്രതിരോധം തീർക്കാനുള്ള ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.